നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെയാണ്. അത് നമുക്കിപ്പോൾ അറിയാം, നമുക്ക് പൊതുവേ നല്ല മഴയാണ്, നല്ല വേനൽക്കാലമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് വന്നിരിക്കുകയാണ് മഴക്കാലം. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ വളരെയധികം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മഴ ഇപ്പോൾ നമുക്ക് ഓൺഗോയിങ് ഇപ്പോഴും നല്ല രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. വെള്ളം വഴിയുള്ള അസുഖങ്ങൾ, അതായത് വെള്ളത്തിൽ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന വാട്ടർ ബോൺ ഡിസീസ്, അതുപോലെ തന്നെ ഡയേറിയ, അങ്ങനെയൊക്കെ ഉള്ള മൊസ്കിറ്റോ ബൈറ്റ് വഴിയിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ കണ്ടുവരാവുന്ന അസുഖങ്ങളുണ്ട്. അപ്പം നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ പാരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൈജീൻ, രണ്ടാമത്തത് നമുക്ക് കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്ന ഫുഡ്, 3 അവരുടെ ക്ലോത്തിങ്, വസ്ത്രധാരണം, 4 മൊസ്കിറ്റോ ബൈറ്റ്, 5 എന്ന് പറയുന്നത് വാക്സിനേഷൻ. അപ്പോൾ ഞാൻ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഒരുമിച്ച് ആണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് ആദ്യം നമ്മുടെ ക്ലോത്തിങ്ങിനെ എടുക്കാം. നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും ഈ മഴക്കാലങ്ങളിൽ ഡ്രസ്സ് ചെയ്യിക്കുമ്പോഴാണെങ്കിൽ കഴിവതും അവർക്ക് ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. മാത്രമല്ല സ്കൂളിലായിരുന്നാലും അതുപോലെ തന്നെ സോക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് വേണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാനും. പ്രത്യേകിച്ച് മാസ്ക് ഇപ്പം ആരും മാസ്ക് ധരിക്കുന്നില്ല, പക്ഷേ കുഞ്ഞുങ്ങളിൽ ചെറിയ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ അയക്കുന്ന ടൈമിൽ ഇവർക്ക് മാസ്ക് ധരിച്ച് അയക്കാനായിട്ട് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക. പിന്നീടുള്ളത് ഈ കോട്ടൺ ക്ലോത്ത്സ് തന്നെ നമുക്ക് ഈ മഴക്കാലത്ത് യൂസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മഴ എന്നുള്ള കാര്യം മാറി വരുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി വീണ്ടും ചേഞ്ചായി ചൂടിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ കോട്ടൺ ക്ലോത്ത്സ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേർക്കാതിരിക്കാനുള്ള ചാൻസസ് വളരെയധികം കുറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും പാരൻസ് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് കോട്ടൺ ക്ലോത്ത്സ് തന്നെ ധരിക്കാനായിട്ട് ശ്രമിക്കുക. ന്യൂ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഈ തണുപ്പ് സമയങ്ങളിൽ കയ്യിൽ സോക്സ്, ക്യാപ്പ്, കാലിലും അതുപോലെ സോക്സൊക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തത് ഫുഡിലോട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഫുഡും കൂടെയാണ്. കാരണം ഈ മഴക്കാലങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കടകളിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. കഴിവതും അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല സ്കൂളിൽ കൊടുത്തുവിടുന്ന ഫുഡായിരുന്നാലും നമ്മൾ കഴിവതും ഒരു ചെറിയ ചൂടോടുകൂടി അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തുവിടുക. അതായത് നമ്മൾ മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്, ചെറിയ ചൂട് തങ്ങി നിൽക്കാവുന്ന ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ആ രീതിയിലും നമ്മൾ ഫുഡിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി, അല്ലെങ്കിൽ ആ തണുത്ത ഫുഡ് കഴിക്കുന്ന വഴി ചിലപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നീട് നമ്മൾ കഴിവതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫുഡ്സ് കഴിവതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ മോർണിംഗ് എടുക്കാം എന്ന ലെവൽ ചിലപ്പോൾ വർക്കിംഗ് ഹ്യൂമൻസ് അങ്ങനെ ടൈമില്ലല്ലോ, ആ ഒരു ഇതിൽ ചൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു തണുപ്പ് സമയങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുന്ന പ്രവണതയും തെറ്റാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക. മാത്രമല്ല ഐസ് വാട്ടർ, അതുപോലെ തന്നെ ഐസ്ക്രീം, അങ്ങനത്തെ തണുത്ത പാനീയങ്ങൾ, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഈ മഴ സമയങ്ങളിൽ കൊടുക്കാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഒരു കാര്യം പറയുന്നത്, ഫുഡിൽ തന്നെ വരുന്ന നമ്മൾ പറയുന്നതാണ് വാട്ടർ, അതായത് വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കഴിവതും തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കിപ്പോൾ ബോയിലിംഗ് ചെയ്യുന്നത് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ വീട്ടിൽ ഫിൽറ്റർ ഉണ്ടാവും, ഫിൽറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളമായിരുന്നാൽ കൂടി ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളം മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് അവർക്ക് അസുഖങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നത്.
പിന്നെ ചില പ്രവണതയുണ്ട് ഈ ചൂട് ആക്കിയ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ചൊരു നോർമൽ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്തായാലും നമ്മൾ ഈ ബാക്ടീരിയ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടാക്കിയ വെള്ളത്തിൽ നമ്മളൊരു നോർമൽ വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അതിൽ ബാക്ടീരിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രവണതയും ഈ മഴക്കാലങ്ങളിൽ ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നീടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. എന്ത് ഫുഡും നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കഴിവതും അവർക്ക് ഡൈജഷൻ നന്നായിട്ട് ഡൈജഷൻ ചെയ്യുക എന്നുള്ള ഫുഡുകൾ കൊടുക്കുക. അതായത് കഴിവതും ഫുഡിൻ്റെ ടൈം ഒരു 10 ഒക്കെ ആവുന്നതിന് മുന്നേ രാത്രിയിൽ ഒരു 8 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് മൊസ്കിറ്റോ ബൈറ്റ്. അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വീടിനെ ചുറ്റുമുള്ള എന്തെങ്കിലും വേസ്റ്റിലോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൊക്കെ നമ്മുടെ കൊതുകുകൾ മുട്ടയിടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ വീട്ടിലുള്ള ചെടിച്ചട്ടി അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും അത് ക്ലീനപ്പ് ചെയ്ത് വെക്കുക. വേസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ക്ലീനപ്പ് ചെയ്ത് വെക്കുക. കുഞ്ഞുങ്ങളിൽ കൊതുക് കടിക്കാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഈ ഡോറിൽ ഇപ്പോൾ നമ്മൾ നെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന കർട്ടൻസും ഒക്കെ കിട്ടും. അപ്പോൾ സന്ധ്യാസമയങ്ങളിൽ കഴിവതും ഡോറ് വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുക. ന്യൂ ബോൺസ് ഒക്കെ ഉള്ള വീടുകൾ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീടുള്ള കാര്യം പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഹൈഡ്രേഷൻ. അതായത് ഇപ്പം നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കും. അപ്പോൾ നമുക്ക് ദാഹിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും. പക്ഷേ മഴക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് മടി കാണിക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർക്ക് ദേഹത്ത് ഹൈഡ്രേഷൻ, അതായത് വെള്ളം ദേഹത്ത് കുറവായി കാണുന്ന ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കഴിവതും തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർബന്ധമായി കുടിപ്പിക്കുകയും വേണം. പിന്നീടുള്ളത് കറക്റ്റായിട്ടുള്ള വാക്സിനേഷനാണ്. ഈ സമയങ്ങളിൽ നമുക്ക് വാക്സിനേഷൻ എന്തെങ്കിലും, ഇപ്പോൾ ന്യൂ ബോൺസ് ആയിരുന്നാലും ഈവൻ 6 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നാലും ഏത് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും ആ ഏജിൻ്റെ ഉള്ള വാക്സിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും ആ വാക്സിനേഷൻ ഈ ടൈമിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.